ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ ജോബിൻ എസ് കൊട്ടാരം, അബ്സല്യൂട്ട് IAS അക്കാഡമിയുടെ ഡയറക്ടറാണ്. സിവിൽ സർവീസ് പ്രിപ്പറേഷന് ഒരുങ്ങുമ്പോൾ പലപ്പോഴും പല വിദ്യാർത്ഥികളും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് കട്ട് ഓഫ് മാർക്ക് എന്നുള്ളത്. ഓരോ വിദ്യാർത്ഥിയുടെയും കട്ട് ഓഫ് മാർക്ക് വ്യത്യസ്തമാണ്. അതുകൊണ്ട് നമ്മളുടെ പ്രിപ്പറേഷൻ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ കട്ട് ഓഫ് മാർക്കിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരുപക്ഷെ ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ഒരു വിദ്യാർത്ഥിയുടെ കട്ട് ഓഫ് മാർക്ക് ആയിരിക്കില്ല OBC വിഭാഗത്തിൽപ്പെട്ട ഒരാളുടെ കട്ട് ഓഫ് മാർക്ക്, അതായിരിക്കില്ല SC അല്ലെങ്കിൽ ST വിഭാഗത്തിൽപ്പെട്ട ഒരാളുടെ കട്ട് ഓഫ് മാർക്ക്. അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരിക്കും പേഴ്സൺസ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി എന്ന കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥിയുടെ കട്ട് ഓഫ്. അതുകൊണ്ട് തന്നെ പ്രിലിമിനറി, മെയിൻ, ഇന്റർവ്യൂ എന്നിങ്ങനെ 3 ഘട്ടങ്ങളിലായി നടക്കുന്ന പരീക്ഷയുടെ കട്ട് ഓഫിനെ കുറിച്ച് വ്യക്തതയുണ്ടാവണം. നമ്മൾ പ്രിലിമിന് ഒരുങ്ങുമ്പോഴും മെയിനിന് ഒരുങ്ങുമ്പോഴും നമ്മളുടെ കട്ട് ഓഫ് മാർക്ക് എത്രയാണ് എന്ന് മനസ്സിലാക്കി പ്രിപ്പറേഷൻ മുൻപോട്ടേക്ക് കൊണ്ടുപോയാൽ ആദ്യത്തെ ചാൻസിൽ തന്നെ നിങ്ങൾക്ക് സിവിൽ സർവീസ് പരീക്ഷ പാസ്സാകാൻ സാധിക്കും. പലപ്പോഴും ഇതിനെക്കുറിച്ചൊരു ധാരണയെ ഇല്ലാതെയാണ് പല വിദ്യാർത്ഥികളും പ്രിപ്പറേഷൻ മുൻപോട്ടേക്ക് കൊണ്ടുപോകുന്നത്. UPSC കട്ട് ഓഫ് മാർക്ക് നിശ്ചയിച്ചതുപോലെ തന്നെ മറ്റൊരു കാര്യവും നിശ്ചയിച്ചിട്ടുണ്ട്. 7 പേപ്പറുകളാണ് മെയിൻസിന് വാല്യൂ ചെയ്യുന്നത്. 9 പേപ്പറുകളിലുള്ളതിൽ 2 ക്വാളിഫയിങ് നേച്ചറിലുള്ളതാണ്. കമ്പൽസറി ഇംഗ്ലീഷും കമ്പൽസറി മലയാളവും. അത് 300 മാർക്കിലാണ്. 75 മാർക്ക് മിനിമം കിട്ടിയാൽ നമ്മൾ പാസ്സായതായി പ്രഖ്യാപിക്കും. അതിൻ്റെ മാർക്ക് ഫൈനൽ റാങ്ക് ലിസ്റ്റിലേക്ക് കൂട്ടുകയില്ല. എന്നാൽ 7 പേപ്പറുകൾ, ബാക്കിയുള്ള 7 പേപ്പറുകൾ, ഒരു പേപ്പറിന് 250 മാർക്ക് വീതമാണുള്ളത്. അങ്ങനെ 1750 മാർക്കിൽ നടക്കുന്ന ആ പരീക്ഷയ്ക്ക് ഓരോ പേപ്പറിനും മിനിമം 10% മാർക്ക് കിട്ടിയെങ്കിൽ മാത്രമേ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ ഇടം നേടുകയുള്ളൂ. ഇപ്പം നിങ്ങൾ ബാക്കി പേപ്പറിന് 90% നേടി, ഏതെങ്കിലും ഒരു പേപ്പറിന് നിങ്ങൾ 10% താഴെ പോയാൽ നിങ്ങളുടെ പേര് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കില്ല. അപ്പം ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് ഓരോ വിദ്യാർത്ഥിയുടെയും കട്ട് ഓഫ് എത്രയാണ്, എങ്ങനെയുള്ള ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ അവിടെ നേടേണ്ടത്, അല്ലെങ്കിൽ ഏത് സ്ട്രാറ്റജി മുൻപോട്ടേക്ക് കൊണ്ടുപോയാൽ നമുക്ക് നമ്മുടെ കട്ട് ഓഫ് മനസ്സിലാക്കി സിവിൽ സർവീസ് പരീക്ഷ പാസ്സാവാൻ പറ്റും. 2024 ഇപ്പോൾ തൊട്ട് മുൻപ് നടന്ന പ്രിലിംസും മെയിൻസും അതിൻ്റെ ഇൻ്റർവ്യൂ ആണല്ലോ ഇപ്പോൾ നടക്കുന്നത്. അതിന് തൊട്ട് മുമ്പ് നടന്ന 23 നടന്ന പരീക്ഷയുടെ റിസൾട്ടാണ് 24 വന്നത്. ആ പരീക്ഷയുടെ കട്ട് ഓഫിലേക്ക് ഞാനൊന്ന് പോവുകയാണ്. ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ആളുകളുടെ കട്ട് ഓഫ്. ഞാൻ പ്രിലിമിൻ്റെ കട്ട് ഓഫാണ് ആദ്യം പറയുന്നത്. പ്രിലിം നിങ്ങൾക്കറിയാം, GS പേപ്പർ 1 ഉണ്ട്, GS പേപ്പർ 2, CSAT എന്ന് പറയുന്ന പേപ്പറുണ്ട്. ഇതിൽ CSAT ക്വാളിഫയിങ് നേച്ചറാണ്. CSATൻ്റെ മാർക്ക് റാങ്ക് ലിസ്റ്റിൽ കൂട്ടില്ല. 33% മാർക്ക്, 33.33% മാർക്ക്, അല്ലെങ്കിൽ 1/3 മാർക്ക് നമ്മൾ നേടിയാൽ നമ്മൾ പാസ്സായതായിട്ട് പ്രഖ്യാപിക്കും. ഇനി നമ്മുടെ ആദ്യത്തെ പേപ്പർ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമി, പൊളിറ്റി, സയൻസ് ആൻഡ് ടെക്, അപ്പം എൻവയോൺമെൻറ്റ് ആൻഡ് എക്കോളജി, കറണ്ട് അഫെയർസ് എന്നിവയുള്ള ആദ്യത്തെ പേപ്പർ. ആദ്യത്തെ പേപ്പറിന് 75.41 മാർക്ക്, 200-ലാണെന്ന് വിചാരിക്കണം, ഉണ്ടായിരുന്ന ആളുകൾ കഴിഞ്ഞ വർഷത്തെ പ്രിലിം പാസ്സായിട്ടുണ്ട്. ജനറൽ കാറ്റഗറിയിൽപ്പെട്ടയാൾ, അതായത് 50%-ലും താഴെയാണ് കട്ട് ഓഫ് എന്ന് മനസ്സിലാക്കുക. അത് തന്നെ EWS കാറ്റഗറി, ജനറൽ കാറ്റഗറിയിൽ തന്നെയുള്ള ആളുകൾക്ക്, മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർക്കുള്ളതാണ് EWS കാറ്റഗറി. EWS ഉള്ളവർക്ക് 68.02 മാർക്ക് മതി പ്രിലിം പാസ്സാവാൻ. കഴിഞ്ഞ എക്സാമിൻ്റെ മാർക്കാണ് ഞാൻ പറയുന്നത്. OBCയിലേക്ക് വരുമ്പോൾ OBCക്കാർക്ക് EWSനേക്കാൾ കൂടുതൽ മാർക്ക് വേണം. അവർക്ക് 74.75, അതായത് ജനറലും OBCയും തമ്മിൽ 1 മാർക്കിൻ്റെ വ്യത്യാസമേ കഴിഞ്ഞ വർഷത്തെ പ്രിലിംസിൽ ഉണ്ടായിരുന്നുള്ളൂ. SC വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടത് 59.25 മാർക്കാണ് 200. ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് 47.82. PWD 1 ഓർത്തോപീഡിക് ഡിസബിലിറ്റി ഉള്ള വിദ്യാർത്ഥികൾക്ക്, പേഴ്സൺസ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി, 40.40 മാർക്ക് വേണം. PWD 2 ബ്ലൈൻഡ് അല്ലെങ്കിൽ ലോ വിഷൻ ഉള്ള വിദ്യാർത്ഥികൾക്ക് 47.13 മാർക്ക് വേണം. PWD 3 ഡഫ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് 40.40 മാർക്ക് വേണം. മൾട്ടിപ്പിൾ ഡിസബിലിറ്റി ഉള്ള PWD 5 വരുന്നവരാണ് 33.68 ആണ് പ്രിലിമിൻ്റെ കട്ട് ഓഫ്. ഇനി പ്രിലിം പാസ്സായി നമ്മൾ മെയിനിലേക്ക് പോകുമ്പോഴോ അവിടെയും കട്ട് ഓഫ് ഉണ്ട്. അപ്പോൾ ആ കട്ട് ഓഫ് മാർക്കിലേക്ക് നമുക്ക് എങ്ങനെ എത്തിച്ചേരാൻ സാധിക്കും? ഇത് വ്യക്തതയോടും കൃത്യതയോടും കൂടി പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. മെയിൻസിൻ്റെ കട്ട് ഓഫ് ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് 1750 മാർക്കിൽ 741 മാർക്കായിരുന്നു. അത് EWS ഉള്ളവർക്ക് 706 മാർക്ക് മതി, അവർക്ക് ഇൻ്റർവ്യൂ കോൾ കിട്ടും.
OBC 712 SC 694 ST 692 PWD 1 673 മെയിൻ കട്ട് ഓഫ് എന്ന് വെച്ചാൽ മെയിൻ ക്ലിയർ ചെയ്ത് ഇന്റർവ്യൂ കോൾ കിട്ടണേ അത്രയും മാർക്ക് വേണം. PWD 2 ബ്ലൈൻഡ് ആയവരുടെ കട്ട് ഓഫ് ഈവൻ ST കട്ട് ഓഫിനേക്കാളും SC കട്ട് ഓഫിനേക്കാളും OBC കട്ട് ഓഫിനേക്കാളും കൂടുതലാണ്. 718 മാർക്ക് വേണമായിരുന്നു അവർക്ക്. പലപ്പോഴും ആളുകൾ ചിന്തിക്കും ഈ PWBD കാറ്റഗറിയിലൊക്കെയുള്ള വിദ്യാർത്ഥികൾക്ക് കുറച്ച് മാർക്ക് മതി. അങ്ങനെയല്ല. ഇപ്പോൾ നോക്കൂ, SC ST OBC കട്ട് ഓഫിനേക്കാൾ കൂടുതലാണ് ബ്ലൈൻഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികളുടെ കട്ട് ഓഫ്. അതിനുള്ള കാരണം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു കോമ്പീറ്റ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കുറയുമ്പോൾ അവർക്കിടയിലെ മാർക്ക് ഹൈ ആയിട്ട് വരും. അതായിരിക്കും ഒരു കാരണം. അതുപോലെ തന്നെ PWD 3 ഉള്ളവരുടെ മെയിൻ കട്ട് ഓഫ് 396 ആണ്. PWD 5 ഉള്ളവരുടെ 445 ആണ്. ഇനി അതിനുശേഷം നമ്മളുടെ ഫൈനൽ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നറിയപ്പെടുന്ന UPSC ഇൻ്റർവ്യൂവും കഴിഞ്ഞ് കഴിയുമ്പോഴുള്ള കട്ട് ഓഫിലേക്ക് നമുക്ക് പോകാം. ഇൻ്റർവ്യൂവും കഴിഞ്ഞ് കഴിയുമ്പോഴുള്ള കട്ട് ഓഫ് 1700 നമ്മുടെ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്ന അപ്പോൾ 2025 മാർക്കാണ് ടോട്ടൽ. ഇൻ്റർവ്യൂവിന് 275 മാർക്കാണല്ലോ. അങ്ങനെ 2025 മാർക്കിൽ 953 മാർക്ക് വന്ന് ജനറൽ കാറ്റഗറിയിലുള്ള ഒരു വിദ്യാർത്ഥിക്ക് ഏതെങ്കിലും സർവീസ് കിട്ടും. സിവിൽ സർവീസിൽ റാങ്ക് ലിസ്റ്റിൽ വരും. അതായത് 953 മാർക്ക് വരെ വന്ന ഒരാളാണ് ജനറൽ കാറ്റഗറിയിലെങ്കിൽ അയാളെ UPSC കഴിഞ്ഞ വർഷം സിവിൽ സർവീസിൽ എടുത്തിട്ടുണ്ട്. ഇൻ്റർവ്യൂവിൻ്റെ മാർക്ക് കൂടെ കൂട്ടിയാണ്. അത് EWS ഉള്ള ആളാണ് 923 മതി. OBCക്ക് 919 ആണ് കട്ട് ഓഫ് മാർക്ക്, 919. SC 890 ആണ്. ST 891 ആണ്. PWD 1 നോക്കൂ, വീണ്ടും ഫൈനൽ കട്ട് ഓഫ് SC ST കട്ട് ഓഫിനേക്കാൾ കൂടുതലാണ് PWD 1. ഓർത്തോപീഡിക് ഡിസബിലിറ്റി ഉള്ളവരുടേത് 894 ആണ്. അതുപോലെ PWD 2 ബ്ലൈൻഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികളുടെ കട്ട് ഓഫ് നോക്കൂ, 930 ആണ്. ST കട്ട് ഓഫ് 891 ആണ്. SC 890 ആണ്. OBC 919 ആണ്. ഈവൻ OBC കട്ട് ഓഫിനേക്കാളും 11 മാർക്ക് കൂടുതലാണ് ബ്ലൈൻഡ് ആയ വിദ്യാർത്ഥികളുടെ ഫൈനൽ കട്ട് ഓഫ്. 930 വേണം അവർക്ക്. PWD 3 ഡഫ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് 756 ആണ് അവരുടെ ഫൈനൽ കട്ട് ഓഫ്. ഒപ്പം SC മൾട്ടിപ്പിൾ ഡിസബിലിറ്റി ഉള്ളവരുടേത് കഴിഞ്ഞ വർഷത്തെ 589 ആണ്. ഞാനിത് എന്തിനാ പറഞ്ഞതെന്ന് ചോദിച്ചാൽ പലപ്പോഴും 90% വിദ്യാർത്ഥികളും കാടടച്ച് വെടിവെച്ചുള്ള ഒരു പഠിത്തമാണ്. എന്ന് വെച്ചാൽ എന്താണ്, എപ്പോൾ നോക്കിയാലും പഠിത്തം. പക്ഷേ ഇവർ സർവീസിലെത്തുന്നില്ല. ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം അവർക്കൊരു പ്രോപ്പർ സ്ട്രാറ്റജി ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണെന്ന് മനസ്സിലാക്കി ഓരോ മേഖലയിലും വേണ്ട കട്ട് ഓഫിനൊരു സ്ട്രാറ്റജി ഉണ്ടാക്കണം. ഇപ്പോൾ ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഇപ്പോൾ OBC വിഭാഗത്തിൽപ്പെട്ട ഒരാളുടെ കട്ട് ഓഫ് കഴിഞ്ഞ വർഷത്തെ പ്രകാരമാണ് 712 മാർക്ക് വേണം. ഈ 712 എങ്ങനെ ഉണ്ടാക്കാം? ഓപ്ഷണൽ സബ്ജക്റ്റ്, ഓപ്ഷണലൊക്കെ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ മലയാളം ഓപ്ഷണലിന് AB ശില്പ വാങ്ങിച്ചിട്ടുള്ളത് 314 മാർക്കാണ്. അപ്പോൾ ഈ രീതിയിൽ ഒരു 300+ നമുക്ക് ഓപ്ഷണലിന് എത്താൻ പറ്റുകയാണെങ്കിൽ ഓപ്ഷണലിന് മാത്രം 300 മാർക്ക്. ബാക്കി GS പേപ്പർ 4 എണ്ണമുണ്ട്. 4 GS പേപ്പറിന് ഏകദേശം ഒരു 400 മാർക്ക് വാങ്ങിച്ചാൽ തന്നെ 300 + 400 700 മാർക്ക്. പിന്നെ SA പേപ്പറുണ്ട്. SA പേപ്പറിനും ശരാശരി 100 വാങ്ങിച്ചാൽ 800 മാർക്കായി. OBC കട്ട് ഓഫ് എത്രയാണ്? 712. ഈവൻ ജനറൽ കട്ട് ഓഫിനേക്കാളും മേളിലെത്തി. ഇപ്പോൾ ഇൻ്റർവ്യൂ കോൾ ഉറപ്പാണ്. പക്ഷേ ഇൻ്റർവ്യൂ കോള് കിട്ടി എന്ന് വിചാരിച്ച് സർവീസ് കിട്ടണം എന്നില്ല. കാര്യം വക്കീലും മെയിൻസ് പാസ്സാകുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇൻ്റർവ്യൂവിന് ഒരു 190ക്ക് മേലെ മാർക്ക് സ്കോർ ചെയ്താലേ ഏതെങ്കിലും സർവീസിലെത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കട്ട് ഓഫ് എത്രയാണോ അതിനേക്കാൾ ഒരു 50 മാർക്ക് മേളിൽ അല്ലെ ഒരു 35 മാർക്ക് മേലെങ്കിലും നിങ്ങൾ മെയിൻസിന് വാങ്ങാൻ ശ്രമിക്കണം. ഇൻ്റർവ്യൂ മാക്സിമം മോക്ക് ഇൻ്റർവ്യൂസ് എടുക്കണം. അതുപോലെ UPSC ഇൻ്റർവ്യൂ ബോർഡിലുള്ള ആളുകളുമായിട്ടുള്ള ഇൻട്രാക്ഷനും വേണം. ഇപ്പോൾ അബ്സല്യൂട്ടിൻ്റെ ഇൻ്റർവ്യൂ പാനൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വർഷവും UPSC ഇൻ്റർവ്യൂ ബോർഡിലുള്ള ആളുകൾ വരാറുണ്ട്. ഇപ്പോൾ ഡോക്ടർ MC ദിലീപ് കുമാർ UPSC ഇൻ്റർവ്യൂ ബോർഡിലുണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം അബ്സല്യൂട്ടിൻ്റെ ഇൻ്റർവ്യൂ പാനലിൽ വരാറുണ്ട്. അതുപോലെ ഹർഷരാജ് സിംഗ് സാർ, അദ്ദേഹം മസൂറിയിൽ ബോഡി ലാംഗ്വേജ് ട്രെയിനിങ് കൊടുക്കുന്ന ആളാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നല്ല നല്ല ഓഫീസേഴ്സിൻ്റെ മുൻ ബോർഡ് മെമ്പേഴ്സിൻ്റെയൊക്കെ പാനലിലെടുത്ത് പിന്നെ ഒരു സൈക്കോളജിസ്റ്റ്, പേഴ്സണാലിറ്റി ട്രെയിനേഴ്സ് അവരുടെയൊക്കെ സപ്പോർട്ട് എടുത്ത് ഇൻ്റർവ്യൂ ഗംഭീരമാക്കണം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നല്ല സ്കോർ നേടാൻ പറ്റും. അപ്പോൾ സൈക്കോളജിസ്റ്റിന് പ്രത്യേകിച്ചും നിങ്ങളുടെ പേഴ്സണാലിറ്റി ആസ്പെക്റ്റിലുള്ള പ്രശ്നങ്ങളൊക്കെ
പറഞ്ഞു തരാൻ പറ്റും. അപ്പോൾ ഈ ഒരു ആംഗിളിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻ മികച്ചതാവും. ഇതൊന്നും അറിയാതെ വെറുതെ പഠിച്ചിട്ട് ഞാൻ പഠിച്ചു എനിക്ക് റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു പോകുന്നതിൽ ഒരു കാര്യവുമില്ല. നല്ലൊരു സ്ട്രാറ്റജി ഉണ്ടാക്കുക. സിവിൽ സർവീസ് എന്ന് പറയുന്നത് സ്ട്രാറ്റജിയുടെ വിജയമാണ്. എപ്പോഴും ഓർത്തിരിക്കുക, നല്ല സ്ട്രാറ്റജി ഉണ്ടാക്കുന്ന വിദ്യാർത്ഥികളാണ് സിവിൽ സർവീസിൽ വിജയിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കട്ട് ഓഫ് മാർക്ക് എത്രയാണ് എന്ന് മനസ്സിലാക്കി ഒരു സ്ട്രാറ്റജി തയ്യാറാക്കി മുൻപോട്ടേക്ക് പോവുക. നിങ്ങൾക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. അബ്സല്യൂട്ട് കറണ്ട് അഫയേഴ്സ് കണ്ടന്റ് നമ്മളുടെ ടെലഗ്രാം ചാനലിൽ സൗജന്യമായിട്ട് വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കുന്നുണ്ട്. ടെലഗ്രാമിൽ പോയി അബ്സല്യൂട്ട് IAS അക്കാഡമി എന്ന് അടിച്ചു കൊടുത്താൽ അബ്സല്യൂട്ടിൻ്റെ ടെലഗ്രാമിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. മലയാളം ഓപ്ഷണലിന് വേണ്ടി സിവിൽ സർവീസ് മലയാളം ഓപ്ഷണൽ ജോബിൻ സാർ എന്ന് പറയുന്ന മറ്റൊരു ടെലഗ്രാം ചാനലുമുണ്ട്. അതും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. സോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു. ഹാവ് എ ഗുഡ് ഡേ.